മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മലയാളം ചോദ്യ പേപ്പറുകളിൽ ഇത്തരം ചോദ്യങ്ങളില്ലാത്ത പേപ്പറുകൾ ഉണ്ടാവില്ല. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അത്രയും പ്രധാനപ്പെട്ട 110% നമുക്ക് ഉറപ്പോടുകൂടെ നമുക്ക് പഠിച്ചിരിക്കേണ്ട ചില ചോദ്യങ്ങളെ കുറിച്ചാണ് ടീച്ചർ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനും കാണുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, മക്കളെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഭാഷാ വിഷയങ്ങളിലൊക്കെ ഈ പരീക്ഷകളിൽ നമ്മളെ പരീക്ഷിക്കുന്നത് എന്താണ് ആക്ച്വലി നോക്കുന്നത്? നമുക്ക് എത്രത്തോളം ഭാഷ ഉപയോഗിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് പരീക്ഷകളിൽ നോക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ ഭാഷയെ നമ്മളിൽ നിന്ന് അറിയാൻ വേണ്ടി കുറേ ചോദ്യരൂപങ്ങളുണ്ട്. ഏതൊക്കെയാണ് ആ ചോദ്യരൂപങ്ങൾ എന്ന് പറയുന്നത്? പലതരത്തിലുള്ള ചോദ്യങ്ങൾ. ഇപ്പൊ കാവ്യ വിശകലനം, പ്രയോഗഭംഗി, അല്ലെ അതേപോലെ അർത്ഥവ്യത്യാസം വരാതെ 2 വാക്യമാക്കാനും ഒറ്റ വാക്യമാക്കാനും, സന്ധി പോലെയുള്ള വ്യാകരണ ചോദ്യങ്ങൾ, സമസ്തപദം ഒറ്റപ്പദമാക്കുക, വിഗ്രഹ രൂപങ്ങള്, പിന്നെ ഉപന്യാസം, പ്രഭാഷണം, പ്രസംഗം, ആസ്വാദനക്കുറിപ്പ്, മുഖപ്രസംഗം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചോദ്യ മാതൃകൾ നമുക്ക് വരാറുണ്ട്. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ തന്നെയാണ് പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കുക. അപ്പൊ എവിടെയാണ് നമുക്ക് മാർക്ക് മിസ്സാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഓരോന്നിന്റെയും ഘടനയിൽ നമുക്ക് പലപ്പോഴും മിസ്റ്റേക്ക് വരാറുണ്ട്, അല്ലെ? ഇപ്പൊ 7 മാർക്കിനാണ് പലപ്പോഴും വലിയ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുക, അല്ലെ? അപ്പൊ 7 മാർക്കിനാണ് ഉപന്യാസം, മുഖപ്രസംഗം ഒക്കെ നമ്മളോട് ചോദിക്കുക. അപ്പൊ ഇതിന്റെ ഒന്ന് ഘടന അറിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, ഈ 7 മാർക്ക് മുഴുവനും നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇത്രയും പാഠഭാഗങ്ങളാണ് നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ളത്. വിഷുക്കണി, ആനന്ദാശ്രുക്കൾ, കെത്തളു, അതേപോലെ ചരിത്രം രചിച്ച നാടകം, എന്റെ ഭാഷ. ഇത് കൂടാതെ നമുക്ക് സെക്കൻഡ് യൂണിറ്റിന് ചിലപ്പോൾ പക്ഷിക്കുഞ്ഞിന്റെ മരണമോ അല്ലെങ്കിൽ ആദ്യത്തെ ഭാഗത്തുനിന്നും ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ. ഗൾഫിലെ നിലാവെന്നൊക്കെ ചോദ്യങ്ങൾ വരാം. അപ്പൊ അത് പഠിക്കേണ്ട എന്നുള്ളതല്ല, ഏറ്റവും പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ ഇത്രയുമാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പാഠഭാഗത്തുനിന്നൊക്കെ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ വരും? ഇപ്പൊ ഓരോ യൂണിറ്റിന്റെയും ഓരോ പാഠഭാഗത്തിലും പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ, അല്ലെ? ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ പരിസ്ഥിതി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതേപോലെ നമ്മളുടെ ഗോത്രജനതയെ കുറിച്ച് ചോദിക്കാം, സാമൂഹിക പ്രശ്നങ്ങൾ ചോദിക്കാം, അല്ലെ? ചരിത്രം രചിച്ച നാടകം എന്ന് പറയുന്ന ആ കൃതിയിലൂടെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള, അല്ലെ, നവോത്ഥാനപരമായിട്ടുള്ള പരിവർത്തനങ്ങളെ കുറിച്ച്, ആ കാലഘട്ടത്തെ കുറിച്ച്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വരാം, അല്ലെ? അപ്പൊ അതിനൊക്കെ ആസ്പദമാക്കിയിട്ട് ചിലപ്പോൾ മുഖപ്രസംഗമായിരിക്കാം, അല്ലെങ്കിൽ ഉപന്യാസമായിരിക്കാം, പ്രഭാഷണമായിരിക്കാം. ഇതൊക്കെ നമ്മളുടെ ചോദ്യ രീതികളാണ്. ആസ്വാദനക്കുറിപ്പ്, കഥാപാത്ര നിരൂപണം. അപ്പൊ ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ പൊതുവേ മലയാളം പരീക്ഷകളിൽ ഇതൊക്കെ ഒരേപോലെ എഴുതുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കാണാറുള്ളത്, അല്ലെ? അപ്പൊ ഒരിക്കലും പബ്ലിക് എക്സാമിന് നമ്മൾ പൊതുപരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് നമുക്ക് വെറുതെ പേപ്പർ തൂക്കി നോക്കിയിട്ടോ, അല്ലെങ്കിൽ ഒരു പുറത്തിൽ എഴുതാൻ പറഞ്ഞത് ആ കുട്ടി 1.5 പുറത്തിൽ എഴുതി എന്നതുകൊണ്ട് അതിന് 7 മാർക്കോ നമുക്ക് തരില്ല. അതായത് കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഓരോ ഉത്തരങ്ങളും എന്ത് ചെയ്യും, അവിടെ വായിക്കപ്പെടുന്നുള്ളതാണ്, അല്ലെ? അപ്പൊ ഓരോ ചോദ്യം, ഇപ്പൊ 7 മാർക്കാണെങ്കിൽ ആ 7 മാർക്കിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു ആസ്വാദനക്കുറിപ്പാണ് നമുക്ക് ചോദിക്കുന്നെങ്കിൽ ആ ആസ്വാദനക്കുറിപ്പിന് പല തലങ്ങളുണ്ട്. ഒരു കുട്ടി എഴുതിയിരിക്കുന്ന പേപ്പർ നോക്കുന്ന സമയത്ത് ആ ടീച്ചർ നോക്കും, അല്ലെ, ഏത് കൃതിയാണ്, ആ കൃതിയുടെ പേരുണ്ടോ, ആ കൃതിയുടെ എഴുത്തുകാരന്റെ പേരുണ്ടോ, ആ കൃതിയുടെ സവിശേഷതകൾ, ആശയങ്ങൾ ഈ ആസ്വാദനക്കുറിപ്പിൽ വന്നിട്ടുണ്ടോ, നല്ല മനോഹരമായ ഭാഷയിലാണോ കുട്ടി അത് എഴുതിയിട്ടുള്ളത്, അതിൽ എന്തെങ്കിലും കാവ്യപരമായ സവിശേഷതകൾ ഉണ്ടെങ്കിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ടോ, കുട്ടിയുടെ അഭിപ്രായം എഴുതിയിട്ടുണ്ടോ, നിഗമനമുണ്ടോ, ഇങ്ങനെ പല കാര്യങ്ങളും. അതിനെല്ലാത്തിനും 1/2 മാർക്കും 1 മാർക്കും ഒക്കെ ഇട്ടിട്ടാണ് 7 മാർക്ക് നമുക്ക് തരുന്നത്. അല്ലാതെ 1.5 പേജ് എഴുതി എന്നായിരിക്കട്ടെ കുട്ടിക്ക് ഒരു 7 മാർക്ക്, അങ്ങനെയല്ല നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് തരും, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇതോരോന്നും പഠിച്ചിരിക്കേണ്ട, ഇതോരോന്നിന്റെയും ഘടന പഠിച്ചിരിക്കേണ്ടത് പൊതുപരീക്ഷയിൽ പബ്ലിക് എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് അത്രയും പ്രാധാന്യമുള്ളതാണ്. അപ്പൊ അതിന് തൊട്ടു മുമ്പുള്ള പരീക്ഷ എന്നുള്ള രീതിയിൽ നമ്മൾ ക്രിസ്മസ് എക്സാമിന് എന്ത് ചെയ്യണം, അതൊക്കെ നമ്മൾ എഴുതി പരിശീലിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് 40 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ് മലയാളം. അപ്പം നമ്മളുടെ അശ്രദ്ധ കൊണ്ട് എന്ത് ചെയ്യരുത്, നമ്മൾ ഈ 40 മാർക്ക് കൊണ്ട് കളയരുത് എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ ഇതേപോലെ ചെറിയ 5 മാർക്കിനും 2 മാർക്കിനൊക്കെ വരുന്ന ചോദ്യങ്ങളാണ് സമസ്ത പദം, നമ്മൾ ഒറ്റപ്പദം, സമാസമൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അതേപോലെ അർത്ഥവ്യത്യാസം വരാതെ 2 വാക്യമാക്കാൻ ചോദിക്കും, പ്രയോഗഭംഗി ചോദിക്കും, കാവ്യപരമായ സവിശേഷത അല്ലെങ്കിൽ കാവ്യഭംഗി ചോദിക്കും. ഇതൊക്കെ നമുക്ക് എവിടുന്നാ ചോദിക്കുക? നമുക്ക് 2 പാഠമാണ് ഇപ്പൊ കവിത പഠിക്കാനുള്ളത്. ഏതാണ്? വിഷുക്കണി, അല്ലെ? ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇപ്പൊ വിഷുക്കണി നിന്ന് ഈ തരത്തിലുള്ള ചോദ്യമൊക്കെ നമ്മളോട് ചോദിക്കും, അല്ലെ? പിന്നെ സന്ദർഭം വിശദമാക്കാൻ ചോദിക്കും, പദത്തിന് വരുന്ന അർത്ഥവ്യത്യാസം, മനോഭാവം, അർത്ഥങ്ങൾ ചോദിക്കും. കെത്തളു എന്ന് പറയുന്ന പാഠഭാഗത്തിൽ ഗോത്രഭാഷാ പദങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ചിലപ്പോൾ 1 മാർക്കിന് ചിലപ്പോൾ അതായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ഗോത്രഭാഷയുടെ പ്രത്യേകത ചോദിക്കാൻ ചിലപ്പോൾ 2-3 മാർക്കിന്. അപ്പൊ അതൊക്കെ നമ്മളുടെ ചോദ്യങ്ങളാണ്. മനോഭാവം, അർത്ഥം, പ്രയോഗം, കഥാനിരൂപണം, ഇതൊക്കെ നമ്മളുടെ ചോദ്യമേഖലകളാണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് എന്ത് ചെയ്യാം,
പഠിച്ചു വെക്കുക. അപ്പോൾ ഈ വീഡിയോ വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ കാണണം. ഈ രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഓരോ ചോദ്യത്തെയും നമ്മൾ സമീപിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 7 മാർക്ക് ചോദ്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സമയമൊന്നും അതിനു വേണ്ടി നമ്മൾ മാറ്റി വെക്കുകയും ചെയ്യരുത്. 7 മാർക്കിന്റെ 2 ചോദ്യമായാലും 1 ചോദ്യമായാലും മാക്സിമം അതിന് 14 മാർക്കേ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ 5 മാർക്കിന്റെ ഷോർട്ടസ്റ്റ് ചോദ്യങ്ങൾ എത്ര മാർക്കാണ്? 20 മാർക്കിലാണ് നമ്മളോട് ചോദിക്കുക അല്ലേ. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് പോയാൽ തന്നെ നമ്മളുടെ A+ പോയി. അതുകൊണ്ട് ഈ ഷോർട്ടസ്റ്റ് ഒക്കെ നമുക്ക് എഴുതാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് സമയം വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ പരീക്ഷ എഴുതണം എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിൽ ഉറപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നിട്ടാണ് നമ്മൾ ചോദ്യരൂപങ്ങളിലേക്ക് വരേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണ്, അർത്ഥവ്യത്യാസം വരാതെ 2 വാക്യമാക്കി മാറ്റി എഴുതാൻ പലപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട്. പല പാഠഭാഗങ്ങളിൽ നിന്നും എല്ലാ പാഠഭാഗത്തു നിന്നും എന്താണ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന വാക്യത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യ പേപ്പറിൽ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ വാക്യം നമ്മൾ വായിക്കാം. അതിലെന്ത് ചെയ്യരുത്, അർത്ഥത്തിൽ വ്യത്യാസം വരുത്തരുത് അല്ലെ. ഇത് അടിമുടി അങ്ങ് മാറ്റിക്കളഞ്ഞിട്ട് പുതിയൊരു വാക്യം ഉണ്ടാക്കാനല്ല പറഞ്ഞത്. അർത്ഥ വ്യത്യാസം വരാതെ എന്ത് ചെയ്യുക, എന്താണ് 2 വാക്യമാക്കാനാണ്. തിരിച്ചും ചോദിക്കും, അർത്ഥ വ്യത്യാസം വരാതെ 2 വാക്യം തന്നതിനെ ഒറ്റ വാക്യമാക്കാനും എന്ത് ചെയ്യും, നമ്മളോട് ചോദിക്കും അല്ലെ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന വാക്യത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഇതെങ്ങനെ 2 വാക്യമാക്കാൻ എവിടെ വെച്ച് ഇത് നമുക്ക് മുറിക്കാൻ പറ്റും എന്നാലോചിക്കുക അല്ലെ. എങ്ങനെയാണ് മുറിക്കുക, ഒരു വാക്യമാക്കി മാറ്റുക എങ്ങനെയാണ്? ആ വാക്യത്തിന് പൂർണ്ണമായ ഒരു അർത്ഥം ഉണ്ടാവണം, ഒരു നിർത്തലിലായിരിക്കണം അല്ലെ. ഒരു ഫുൾ സ്റ്റോപ്പ് കൂടി ഒരു നിർത്തലിലൂടെ ഒരു പൂർണ്ണമായ വാക്യത്തിലാണ് എന്ത് ചെയ്യേണ്ടത്, അത് നമുക്ക് അല്ലെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റേണ്ടത് അല്ലെ. അതെങ്ങനെയാണ് പൂർണ്ണമായ അർത്ഥം തരുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയും, ഇപ്പൊ തിന്നു, കുടിച്ചു, ഉറങ്ങി, കിടന്നു, നടന്നു, ഇതൊക്കെ എന്താണ് പൂർണ്ണമായ അർത്ഥത്തിൽ അവസാനിക്കുന്ന വാക്യങ്ങളാണ്. അപ്പോൾ അതൊരു പൂർണ്ണ വാക്യമായിട്ട് നമ്മൾ മുറിച്ചിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുന്നതോടുകൂടി എന്ത് ചെയ്യുന്നു, അത് ഒരു സെന്റൻസ് ആയി അല്ലെ. ഇനി അടുത്ത എന്താണ്, അടുത്ത അല്ലെ ഒരു ആശയം തരുന്ന അല്ലെങ്കിൽ ആ സെന്റൻസ് എന്ത് ചെയ്യുന്നു, നമ്മൾ അടുത്ത അല്ലെ പൂർണ്ണ അർത്ഥം തരുന്ന രീതിയിലേക്ക് അതിനെ മാറ്റുന്നു. അങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് ലോജിക്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റുന്നു, അതൊക്കെ എഴുതാൻ പറ്റും. അടുത്തത് പ്രയോഗഭംഗിയാണ്. പ്രയോഗഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവിതകളിൽ നിന്നാണ്. അപ്പൊ നമുക്ക് എവിടെ നിന്നായിരിക്കും ചോദിക്കുക, നമ്മളുടെ വിഷുക്കണി എന്ന് പറയുന്ന കവിതയിൽ നിന്നുമായിരിക്കും പ്രയോഗഭംഗി ചോദിക്കുക. അപ്പൊ തന്നിരിക്കുന്ന വരികളിലുള്ള പ്രയോഗഭംഗി കണ്ടെത്തുക എന്ന് പറയും. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ ആ വരികളിലുള്ള പ്രയോഗം എന്താണ് എന്ന് പറയുന്നതാണ് അല്ലെ. ആ ഭംഗി എത്രത്തോളം ഭംഗി നൽകിയിരിക്കുന്നു, എന്തൊക്കെ പ്രയോഗങ്ങളാണ്, എന്തിനെ കുറിച്ചൊക്കെയാണ് ഉപമിച്ചിരിക്കുന്നത് എന്നൊക്കെ എന്ത് ചെയ്യാം, പ്രയോഗഭംഗിയിൽ എഴുതാം അല്ലെ. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, പോണമുറ്റത്ത് എന്ന് പറയുന്ന വൈലോപ്പിള്ളിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കവിതയുണ്ട് അല്ലെ. അതില് മലയെ കുറിച്ച്, നീളും മലയുടെ ചങ്ങലവട്ടയിൽ നാളം പാടല വിരലാൽ നീട്ടിയും ഓമൽ കവിള് തുടുത്തും തെല്ലൊരു നാണത്തോട് പരിങ്ങി ഒരുങ്ങിടും ഓണക്കോടി ഉടുത്തൊരു ഉഷസേ അല്ലെ. അങ്ങനെ പ്രഭാതത്തെ, അങ്ങനെ തന്നെയാണെന്നാണ് ഓർമ്മ, പ്രഭാതത്തെ വർണ്ണിക്കുകയാണ്, പുലരിയെ അല്ലെ. അപ്പൊ മലകൾക്കിടയിൽ സൂര്യൻ വരുന്നതിനെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പൊ അതൊരു നമുക്ക് ഒരു വാങ്മയ ചിത്രമായിട്ടും അല്ലെ പ്രയോഗഭംഗിയുടെ സൂചനയായിട്ടും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ വരിയെ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഓരോ വരികളും ചിലപ്പോൾ എന്ത് ചെയ്യാം, പ്രധാനപ്പെട്ട വരികൾ നമ്മളോട് പ്രയോഗഭംഗി അല്ലെ, അപ്പോൾ എന്താ നൽകുന്ന ഭംഗി എന്താണെന്നും ആ വരികൾ എങ്ങനെയാണ് നൽകിയിരിക്കുന്നതെന്നും ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രയോഗഭംഗിയിൽ നമ്മൾ വിവരിക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ കാവ്യപരമായ സവിശേഷതയും കവിതയിൽ നിന്നാണ് കാവ്യഭംഗിയൊക്കെ നമ്മളോട് ചോദിക്കുക. അപ്പോൾ എന്താണ്, ഇപ്പോൾ ഒരു വരികളാണെങ്കിൽ എന്താണ്, ആ വരികളിലെ ആദ്യത്തെ വരികളുടെ അക്ഷരങ്ങൾ ഒരേപോലെ ആദ്യാക്ഷരപ്രാസമുണ്ടോ, രണ്ടാമത്തെ വരികളുടെ ദ്വിതീയാക്ഷരപ്രാസമുണ്ടോ, അല്ലെ അവസാനത്തെ വരികൾ അങ്ങനെയുണ്ടോ, അതേപോലെ റിപ്പീറ്റ് ചെയ്യുന്ന ശബ്ദങ്ങൾ, വാക്കുകളുണ്ടോ, ശബ്ദങ്ങളുടെ ഭംഗിയുണ്ടോ, അക്ഷരങ്ങൾ ആവർത്തിക്കുന്നുണ്ടോ, ഇതൊക്കെ ശബ്ദഭംഗിയുണ്ടോ, ഇതൊക്കെ ഇവിടെ നമ്മൾ നോക്കേണ്ടതാണ്. കാവ്യഭംഗിയിലാണ് നമ്മൾ ഇതൊക്കെ കാവ്യപരമായ സവിശേഷതകൾ ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും 5 മാർക്കിനാണ് ചോദിക്കുക. നമ്മൾ എഴുതേണ്ട ചോദ്യത്തിന്റെ ഉത്തരമാണ് കേട്ടോ. അടുത്ത നമ്മൾ നോക്കുന്നത് വലിയ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇതെപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ഏതൊക്കെ, നമ്മളുടെ പ്രസംഗവും പ്രഭാഷണവും ഒന്നാണോ, എഡിറ്റോറിയലും മുഖപ്രസംഗവും ഒന്നാണോ, ഉപന്യാസം എങ്ങനെ എഴുതും, ആസ്വാദനക്കുറിപ്പ് എങ്ങനെ എഴുതും, ഇതൊക്കെ നമ്മളുടെ സ്ഥിരം സംശയങ്ങളാണ് അല്ലെ. അപ്പൊ മലയാളം ഫസ്റ്റ് ഒക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും എന്താണ്, അത് എത്ര മനസ്സിലാക്കിയാലും നമുക്ക് പിന്നെയും ഡൗട്ടാണ്. അത് നമ്മൾ എത്രത്തോളം എഴുതുന്നു അതിനനുസരിച്ചാണ് നമുക്കത് മനസ്സിലാവുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ പ്രസംഗവും പ്രഭാഷണവും എന്താണ്, അത് ഒന്നല്ല, 2 തന്നെയാണ് അല്ലെ. അപ്പൊ പ്രഭാഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വേദിയിൽ അല്ലെ, 2 വേദിയിൽ നിന്നിട്ട് ആളുകളോട് സംവദിക്കുന്നതാണ്. അപ്പൊ അത് 2ലും എന്ത് ചെയ്യണം, ഒരു അഭിസംബോധനയൊക്കെ വേണം. അഭിസംബോധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പിലിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യാം, അല്ല വെറുതെ കയറി നമ്മൾ പ്രസംഗിച്ചിട്ട് വരുമോ, ഇല്ല. അപ്പൊ നമ്മളൊന്ന് പ്രിയപ്പെട്ടവരെ, മാന്യരെ, ബഹുമാനപ്പെട്ടവരെ, സ്നേഹമുള്ളവരെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പൊ അതിനെയാണ്. അപ്പൊ എങ്ങനെയാണ് ഈ പ്രസംഗവും പ്രഭാഷണവും എന്നൊക്കെ നമ്മൾ എഴുതി വെക്കുന്നതുകൊണ്ടാണോ മനസ്സിലാവേണ്ട പേപ്പറിൽ?
അല്ല അത് പ്രഭാഷണമാണ് അല്ലെ പ്രസംഗമാണെന്ന് മനസ്സിലാവുന്നത് എന്ത് ചെയ്യണു, നമ്മൾ ഈ പറയുന്ന അഭിസംബോധനയൊക്കെ കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് നമുക്കത് മനസ്സിലാവും അല്ലെ. അപ്പോൾ ഈ പ്രഭാഷണം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഷയം നമുക്ക് തന്നിരിക്കുന്ന വിഷയത്തിൽ മാത്രമായിരിക്കും എന്ത് ചെയ്യേണ്ടത്, നമുക്ക് എഴുതേണ്ടത് അല്ലെ. പ്രസംഗം പലപ്പോഴും അങ്ങനെയല്ല, പല വഴികളിലേക്ക് എന്ത് ചെയ്യുന്നു പ്രസംഗം നമുക്ക് ഇങ്ങനെ പോകും അല്ലെ. നമ്മൾ രാഷ്ട്രീയ പ്രസംഗമൊക്കെ നമ്മൾ കേൾക്കാറില്ലേ. പ്രഭാഷണം എന്ന് പറയുന്നത് പലപ്പോഴും എന്തായിരിക്കും, ഒരു വിഷയത്തിൽ മാത്രം ആസ്പദമാക്കിയിട്ട് പറയുന്നതാണ്. ഇനി മുഖപ്രസംഗവും എഡിറ്റോറിയലും എന്താണ്, ഒന്നാണ്. ഓക്കെ, അത് രണ്ടല്ല. മുഖപ്രസംഗവും എഡിറ്റോറിയലും എന്താണ്, ഒന്നാണ്. ഓക്കെ, രണ്ടല്ല ഒന്നാണ്. അപ്പോൾ ഒരു പത്രത്തിന്റെ അല്ലെ, പത്രത്തിന്റെ കാഴ്ചപ്പാടുകളെയാണ് ഒരു പത്രത്തിന് പറയാനുള്ള, ഇപ്പൊ ഏതെങ്കിലും സമകാലിക സംഭവങ്ങളുമായിട്ട് ആസ്പദമാക്കിയിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ചുള്ള ഒരു പത്രത്തിന്റെ കാഴ്ചപ്പാട്, അത് പത്രാധിപരോ ആ പത്രത്തിന്റെ മെയിൻ എഡിറ്ററോ ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, ആ വാർത്ത എഴുതുക. ഓക്കെ, പത്രഭാഷയായിരിക്കണം, അതിനൊരു തലക്കെട്ട് ഉണ്ടാവണം, പാരഗ്രാഫുകൾ തിരിച്ച് ഖണ്ഡികകൾ തിരിച്ചാണ് നമ്മൾ എഴുതേണ്ടത് അല്ലെ. വിഷയത്തെ വിശകലനം ചെയ്യണം അല്ലെ, നമുക്ക് എന്താണ്, നമുക്കുള്ള അഭിപ്രായങ്ങൾ നമ്മൾ നിഗമനമായിട്ട് എഴുതണം. ഇങ്ങനെ 3 ഘടനകളാണ് അല്ലെങ്കിൽ 3 ഭാഗങ്ങളാണ് നമുക്ക് എന്തുള്ളത്, 3 ഘടനകളല്ല 3 ഭാഗങ്ങളായിട്ട് അല്ലെ. അതായത് പ്രതിപാദ്യ വിഷയം വേണം, അതേപോലെ ആമുഖം ഉണ്ടായിരിക്കണം. ആമുഖത്തിൽ നമ്മൾ എന്താ എഴുതേണ്ടത്, നമ്മൾക്ക് ആ വിഷയം ഏത് വിഷയമാണ്, ഇപ്പൊ പരിസ്ഥിതിയാണ് നമുക്ക് വിഷയം കിട്ടിയിരിക്കുന്നെങ്കിൽ ആ വിഷയത്തെ കുറിച്ചുള്ള നമ്മൾക്ക് അല്ലെ ആ വിഷയത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ആമുഖത്തിൽ. വിഷയ വിശകലനം അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഫർമേഷൻ എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമുക്ക് പറയാനുള്ള പോയിന്റുകൾ ഒക്കെ നമ്മൾ വിശദമായിട്ട് എഴുതേണ്ടത്. ലാസ്റ്റ് നമുക്ക് എന്താണ് എഴുതേണ്ടത്, നമ്മൾക്ക് ആ വിഷയത്തോടുള്ള നമ്മുടെ അഭിപ്രായമാണ്, നിഗമനമാണ് നമ്മൾ ലാസ്റ്റ് കൺക്ലൂഷൻ ആയിട്ട് ലാസ്റ്റത്തെ പാരഗ്രാഫിൽ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. ഇനി നമുക്ക് ഉപന്യാസം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഉപന്യാസം ഒരു വിഷയത്തെക്കുറിച്ചുള്ള അല്ലെ ആധികാരികമായിട്ടുള്ള ഒരു ഗദ്യലേഖനത്തെയാണ് നമ്മൾ ഇത് പറയുന്നത്, ഗൗരവപൂർണ്ണമായിട്ടുള്ള ലേഖനത്തെയാണ് ഉപന്യാസം എന്ന് പറയുക. ഈ ഉപന്യാസവും നമ്മളുടെ ചുറ്റുപാടും നടക്കുന്ന ഏതെങ്കിലുമൊക്കെ ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് നമ്മളോട് എന്ത് ചോദിക്കുന്നത്, ഉപന്യാസം എഴുതാൻ ചോദിക്കുന്നത്. ഈ ഉപന്യാസത്തിന്റെ ഘടന എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഒരു ആദിമധ്യാന്ത പൊരുത്തം ഉണ്ടാവണം, ഒരു ഒഴുക്കൊക്കെ ഉണ്ടാവണം അല്ലെ. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചുറ്റും നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചായിരിക്കും ഉപന്യാസം ചോദിക്കാന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഉപവിഷയങ്ങളായിട്ട് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ഇൻട്രൊഡക്ഷനിൽ ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ ആമുഖത്തിൽ എന്താണോ നമുക്കുള്ള വിഷയം അത് എഴുതണം, തലക്കെട്ട് ഉണ്ടാവണം, ആ വിഷയത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ പാരഗ്രാഫുകൾ തിരിച്ച് അല്ലെ. ഇതിപ്പോൾ നമ്മളുടെ ആൻസർ ഷീറ്റ് ആണെങ്കിൽ നമ്മളിങ്ങനെ തലക്കെട്ട് എഴുതുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ടോപ്പിക്കിന്റെ ഇൻട്രൊഡക്ഷൻ എഴുതുന്നു. ആ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് പലതരത്തിലുള്ള പോയിന്റുകൾ ഉണ്ടാവും അല്ലെ, അത് ഓരോരോ പാരഗ്രാഫുകളായി നമ്മൾ എഴുതുന്നു. ലാസ്റ്റ് പാരഗ്രാഫ് എന്താണ്, കൺക്ലൂഷൻ ആണ്. ഈ കൺക്ലൂഷൻ എന്തായിരിക്കണം, നമ്മുടെ കാഴ്ചപ്പാടായിരിക്കണം. നമുക്ക് ആ വിഷയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് നമ്മൾ അവസാനം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ എഴുതേണ്ടത് എന്നുള്ളതാണ്. ക്ലിയർ ആയോ, മനസ്സിലായോ? ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആസ്വാദനക്കുറിപ്പാണ്. എങ്ങനെയാണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആസ്വാദനക്കുറിപ്പ് ചിലപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും പാഠഭാഗം, അത് കഥയോ കവിതയോ നോവലായാലും എന്തും തരാം അല്ലെ. ചിലപ്പോൾ പഠിക്കാനുള്ള പാഠഭാഗമായിരിക്കും തരാം. അല്ലാതെ ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്, പുറത്തു നിന്നുള്ള ഏതെങ്കിലും, അതായത് പുറത്ത് മീൻസ് നമുക്ക് പാഠപുസ്തകത്തിലല്ലാത്ത ഏതെങ്കിലും കവിത തരും, കവിതയോ കഥയോ നോവലോ തരാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുമല്ലോ, അത് നന്നായി വായിക്കണം. ആസ്വാദനക്കുറിപ്പ് എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണം, ആ തന്നിരിക്കുന്ന കൃതിയുടെ ആശയം നമ്മൾ എഴുതണം. അപ്പൊ വായിച്ച് കവിയെക്കുറിച്ച് എഴുതണം. അതേപോലെ തന്നെ എന്താണ്, കവിയുടെ പ്രധാനപ്പെട്ട കൃതികളോ എന്താണ് കവിതയുടെ സാഹിത്യ പ്രത്യേകത എന്നുള്ളതൊക്കെ നമുക്ക് എഴുതാം. അപ്പൊ ഇനി നമുക്ക് അറിയാത്ത ഏതെങ്കിലും കവിയാണെന്ന് വിചാരിക്കാം അല്ലെ, അറിഞ്ഞുകൂടാത്തൊരു കവിയാണ് നമ്മളോട് ചോദിക്കുന്നത് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, അപ്പോൾ കവിയുടെ പേര് താഴെ കൊടുക്കും. അപ്പൊ അറിയില്ലെങ്കിൽ മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട കവിയാണെന്ന് എഴുതുക. ഇതിൽ കൂടുതൽ എഴുതരുത്, കാരണം നമുക്ക് അറിയില്ലല്ലോ അല്ലെ. കവിയാണെന്ന് എഴുതുക, അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട കവിതയാണ്, ഏത് കവിതയാണ് നമുക്ക് തന്നത് അതിന്റെ പേരും കൂടെ കൊടുക്കുക, കവിതയോ കഥയോ എന്തായാണ്. ഓക്കെ, എന്നിട്ട് അത് വായിച്ചിട്ട് മനസ്സിലാക്കണം. 2-3 തവണ ആവർത്തി വായിക്കുക, എന്നിട്ട് അതിന്റെ ആശയം എഴുതുക നല്ല ഭാഷയിൽ. അപ്പൊ നമ്മളൊരു കാര്യത്തെ ആസ്വദിച്ച് എഴുതുകയല്ലേ, അപ്പൊ നല്ല സൗന്ദര്യാത്മകമായ അല്ലെ ഭാഷയിലാണ് നമ്മൾ എഴുതേണ്ടത്. ലാസ്റ്റിലത്തെ പാരഗ്രാഫ് നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ തന്നെ എന്തായിരിക്കണം, നമുക്ക് ആവശ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടായിരിക്കണം ഇതിനകത്ത് ഉണ്ടാവേണ്ടത്. പിന്നെ 7 മാർക്കിന് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം കഥാപാത്ര നിരൂപണമാണ്.
കഥാപാത്ര നിരൂപണം ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മുടെ പാഠഭാഗത്തിൽ വരുന്നുണ്ട് അല്ലെ. ഇപ്പൊ ജോസ്, പീറ്റർ, ഫാദർ ഫ്രാൻസിസ്, തെരേസ, ഇതൊക്കെ കഥാപാത്ര നിരൂപണങ്ങളാണ്. അപ്പൊ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, കഥാപാത്ര നിരൂപണങ്ങൾ എന്താണ്, അവർക്ക് ഈ ഒരു പാഠഭാഗത്തിൽ അല്ലെങ്കിൽ കൃതിയിലുള്ള സ്ഥാനം, വേഷം, രൂപം, സംഭാഷണ ശകലങ്ങള് അല്ലെ, അങ്ങനെ അവരുടെ പ്രധാനപ്പെട്ട നന്മ, തിന്മ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതിനൊക്കെ എന്ത് ചെയ്യാം, ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ ഏതാണ് കൃതി, ആരെഴുതിയതാണ്, എന്താണ് അതിലുള്ള കഥാപാത്രത്തിന്റെ സ്ഥാനം എന്നൊക്കെ നമ്മൾ എഴുതുക. പിന്നെയുള്ള പാരഗ്രാഫിലാണ് എന്ത് ചെയ്യേണ്ടത്, ആ കഥാപാത്രത്തെ കുറിച്ച് നമ്മൾ വിശദീകരിക്കേണ്ടത്. കഥാപാത്ര നിരൂപണം 7 മാർക്കിന് മാത്രമല്ല 5 മാർക്കിനും 3 മാർക്കിനും അല്ലെങ്കിൽ 2 മാർക്കിന്റെ ചോദ്യത്തിനും ഒക്കെ എന്ത് ചെയ്യുക, സവിശേഷതകളായിട്ടൊക്കെ 2-3 പോയിന്റ് എഴുതുന്ന ചോദ്യം മുതൽ എന്ത് ചെയ്യും, നമ്മളോട് ചോദിക്കും. അപ്പൊ എല്ലാ കഥാപാത്രങ്ങളും എന്താണ്, ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. എല്ലാത്തിനെ കുറിച്ചും എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. സിസ്റ്റർ തെരേസയെ പോലെയുള്ള കഥാപാത്രമൊക്കെ ഉണ്ട്, ചിലപ്പോൾ 2 മാർക്കിന് സവിശേഷതകൾ ചിലപ്പോൾ ചോദിക്കാം അല്ലെ. അപ്പൊ കുട്ടികൾ എന്താണ്, അമ്മയെ പോലെ അല്ലെ വളരെ കരുതലോടുകൂടെ സ്നേഹിച്ചിരുന്ന ഒരു ലിറ്റിൽ ഫ്ലവർ എന്ന് പറയുന്ന ഓർഫനേജിൽ ആദ്യകാലത്ത് ജോസിനെയൊക്കെ നോക്കിയിരുന്ന സിസ്റ്റർ ആയിരുന്ന ഒരു സിസ്റ്റർ തെരേസ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത്തരം പോയിന്റുകളൊക്കെ എന്ത് ചെയ്യണം, 2 മാർക്കിനും 3 മാർക്കിനും ചിലപ്പോൾ ചോദിക്കാം. 5-നും 7-നും മാത്രമല്ല കഥാപാത്ര നിരൂപണങ്ങൾ നമ്മളോട് ചോദിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരുവിധം പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് ഇതേപോലെ പഠിച്ചു വയ്ക്കുക, ക്ലിയർ ആയിട്ട് കൃത്യമായ രീതിയിൽ നല്ല ഭാഷയിൽ വൃത്തിയിലൊക്കെ നമ്മൾ എഴുതി അല്ലേ. എല്ലാ ചോദ്യങ്ങൾക്കുള്ള പോയിന്റുകളൊക്കെ ആയി കഴിയുമ്പോൾ അല്ലെ, ഒരു പുറത്തിലൊക്കെ വൃത്തിയിൽ ഇങ്ങനെ നമ്മൾ ചോദ്യത്തിനനുസരിച്ച് എന്താണോ ചോദ്യം, ആ ചോദ്യത്തിൽ നിന്നുകൊണ്ടാണ് വിഷയ കേന്ദ്രീകൃതമായിട്ടാണ് ഉപന്യാസവും മുഖപ്രസംഗവും ഒക്കെ നമ്മൾ എഴുതേണ്ടത്. അതിനപ്പുറത്തേക്ക് നമ്മൾ പോവരുത്. ഇപ്പൊ മലയാളം ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ എഴുതാനുണ്ടാവും, പക്ഷെ അത് നമ്മൾ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെടുന്നതായിരിക്കും. പിന്നെ ഉപന്യാസത്തിലായാലും പ്രഭാഷണമായാലും മുഖപ്രസംഗമായാലും ഒക്കെ നമുക്ക് തരുന്ന എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും, നമ്മുടെ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. നേരിട്ട് ചിലപ്പോൾ അത് കണക്റ്റഡ് ആവണം എന്നില്ല അല്ലെ, നേരിട്ട് ആ ബന്ധം കാണിക്കണമെന്നില്ല. അപ്പൊ എന്തുമായിട്ട് ബന്ധപ്പെടുന്നതെന്നുള്ളത് നമുക്ക് ആ ചോദ്യം വായിച്ചാൽ മനസ്സിലാവും ഏത് പാഠമായിട്ടാണെന്നുള്ളത്. ആ പാഠത്തെ ആദ്യത്തെ ആമുഖത്തിൽ എന്ത് ചെയ്യണം, ഇൻട്രൊഡക്ഷനിൽ നമ്മൾ സൂചിപ്പിക്കണം ഈ പാഠത്തിലെ അല്ലെ ഇത്തരത്തിലുള്ള വിഷയത്തെ അത് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ലിങ്ക് ചെയ്യിപ്പിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ചോദ്യ രീതികളൊക്കെ പഠിച്ചു വെക്കുക. ഓക്കെ, അടിപൊളിയായിട്ട് എക്സാം എഴുതണം. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്.